സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇസ്ലാം നൽകി അള്ളാഹു അനുഗ്രഹിച്ചവരെ, ഇസ്ലാമിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഇസ്ലാമിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുഫാറുകളോട്, അള്ളാഹുവിനെയും റസൂലിനെയും എതിർത്ത് നിൽക്കുന്ന ആളുകളോട്, അവരോട് ഒരു തരത്തിലും നിങ്ങൾ സാദൃശ്യമാവുകയില്ല. വിശ്വാസത്തിലാവട്ടെ, കർമ്മത്തിലാവട്ടെ, സംസ്കാരത്തിലാവട്ടെ, വേഷത്തിലാവട്ടെ, ആഘോഷങ്ങളിലാവട്ടെ, ഒന്നിലും തന്നെ അവരോട് സാദൃശ്യപ്പെടാനോ അവരോടൊപ്പം ചേരാനോ ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല. അത്രയും വലിയ പ്രതാപമാണ് ഇസ്ലാമിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, ഈ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നവർ, ഇത്രയധികം ഫിത്നകളിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ മുറുകെ പിടിക്കുന്നവർ, ഒരു തരത്തിലും ഇതുപോലുള്ള കുഫാറുകളോട് സാദൃശ്യപ്പെടാത്തവർ തീക്കനൽ കൈ പിടിക്കുന്നത് പോലെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലിൽ അറബ് മിൻ ശർരി ഖദ് ഇഖ്തറബ്. അതാ വളരെ അടുത്ത് തന്നെ വന്നിട്ടുള്ള ഷർറുകൾ മുസ്ലിമീങ്ങൾക്ക് അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഫിത്നൻ കഖത്ഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു അർ-റജുലു മുഅ്മിന വയുംസി കാഫിറ. കൂരിരുട്ട് പോലെയുള്ള രാത്രിയിലെ പോലെ ഫിത്നകൾ. രാവിലെ മുഅ്മിനായിരുന്നവൻ വൈകുന്നേരമാവുമ്പോഴേക്കും കാഫിറാകുന്നു. യബീഉ ഖൗമൻ ദീനഹും ബിഅറദിൻ മിനദ് ദുനിയ ഖലീൽ. ദുനിയാവിന്റെ തുച്ഛമായ വസ്തുക്കൾക്ക് വേണ്ടി അവർ അവരുടെ ദീനിനെ വിൽക്കും. ദുനിയാവിന്റെ തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ദീനിനെ വിൽക്കും. അൽ മുതമസ്സികു യൗമഇദിൻ ബിദീനിഹി കൽ ഖാബിലി അലൽ ജംർ. അന്നേ ദിവസം തന്റെ ദീൻ മുറുകെ പിടിക്കുന്നവർ, തന്റെ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നവർ, അവൻ തീക്കനൽ കൈപിടിക്കുന്നവനെ പോലെയായിരിക്കും. അവൻ അത്ര ബുദ്ധിമുട്ടിയായിരിക്കും അവന്റെ ദീനിനെ മുറുകെ പിടിക്കുക. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം. ദീനിന്റെ നിയമങ്ങൾ പഠിക്കണം, അതിന്റെ സംസ്കാരം ഉൾക്കൊള്ളണം. അത് വിട്ട് മറ്റൊന്നിലേക്കും സാദൃശ്യപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്. അതിന്റെ പേരിൽ എത്ര കളിയാക്കപ്പെട്ടാലും, എത്ര നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നാം ദുഃഖിക്കേണ്ട. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിൽ ഈ പ്രതാപം പൂർണ്ണമായി നമുക്ക് നൽകുന്ന, തെളിയിച്ചു കൊടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ. തെമ്മാടികളായി ജീവിക്കുന്നവർ എല്ലാ കാലത്തും മുഅ്മിനീങ്ങളെ നോക്കി അവർ കളിയാക്കി ചിരിക്കാറുണ്ട്. വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ. അവരുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ കണ്ണ് കട്ടുനോട്ടമിട്ടുകൊണ്ട് അവർ പുച്ഛിച്ചു പോകാറുണ്ട്. വൈദൻ ഖലബു ഇലാ അഹ്ലിഹിം മുൻഖലബു ഫഖീൻ. അവരുടെ ആളുകളുടെ അടുത്ത് പോയി മുഅ്മിനീങ്ങളെ ചൂണ്ടിക്കാണിച്ച് കളിയാക്കി ചിരിക്കാറുണ്ട്. വഇദാ റഅൗഹും ഖാലൂ ഇന്ന ഹാഉലാഇ ലദാല്ലൂൻ. മുഅ്മിനീങ്ങളെ കണ്ടാൽ ഈ തെമ്മാടികൾ പറയും, ഇവരതാ വഴിപിഴച്ചവരാണ്, ഇവരേതോ പിഴച്ചുപോയവരാണെന്ന് പറയാറുണ്ട്. വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ. അല്ലാഹു പറയുകയാണ്, ഞാൻ അവരെ അയച്ചിട്ടില്ല. ഈ മുഅ്മിനീങ്ങളുടെ മേലെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഈ തെമ്മാടികളെ ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ. എന്നാൽ അന്ത്യനാളിൽ ഈ മുഅ്മിനീങ്ങൾ കുഫാറുകളെ നോക്കി ചിരിക്കും. അലൽ അറായികി യൻദുറൂൻ. അവർ അവരുടെ സോഫകളിൽ ചാരിയിരുന്നു കൊണ്ട് ഹൽ സുവ്വിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. ഈ കാഫിര്യങ്ങൾ ചെയ്തതിന് അവർക്ക് അർഹമായ പ്രതിഫലം കിട്ടിയോ എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, ഇതാണ് നാളെ പരലോകത്ത് മുഅ്മിനീങ്ങളുടെയും കുഫാറുകളെയും അവസ്ഥ. മുഅ്മിനീങ്ങളെ ഇസ്ലാം അല്ലാഹു അനുഗ്രഹമായി നൽകിയ നാം ഓരോരുത്തരും ഈ ഇസ്ലാമിനാണ് ഇസ്സത്ത് തേടേണ്ടത്. ഈ ഇസ്ലാം അല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യത്തിൽ അതെന്തോ ആവട്ടെ, സംസ്കാരമാവട്ടെ, കർമ്മമാവട്ടെ, വിശ്വാസമാവട്ടെ, എന്ത് കാര്യമാവട്ടെ, അതിൽ നമ്മൾ സഹകരിച്ച് പ്രതാപം നേടാൻ പോയാൽ നമുക്ക് ഏറ്റവും വലിയ നിന്ദതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കുക, യഥാർത്ഥ വിശ്വാസം പഠിക്കുക, യഥാർത്ഥ കർമ്മങ്ങൾ മനസ്സിലാക്കുക, ഇസ്ലാമിന്റെ സംസ്കാരവും സ്വഭാവവും ഉൾക്കൊള്ളുക, അത് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.